ദുബായില് ജോലി നിർത്തി നാട്ടിലെങ്ങനെ സെറ്റിലായി എന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. 4,500 ദിർഹമായിരുന്നു ജോലി നിർത്തുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം ഏകദേശം 1,00,000 ഇന്ത്യൻ റുപ്പീസ് വരും. 2017 മുതൽ 21 വരെയാണ് ഞാൻ ദുബായിലുണ്ടായിരുന്നത്. 4 വർഷം അവിടെ നിൽക്കണമെന്നാണ് ആഗ്രഹിച്ച് അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ദുബായിൽ കിട്ടുന്ന ശമ്പളം നോക്കിയിട്ട് വലിയൊരു ലോൺ എടുത്ത് വെക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. വീട് പണിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാശൊന്നും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തില്ല. അതുപോലെ തന്നെ കുറെ ആഡംബരം കാണിച്ചില്ല. ദുബായിൽ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയുടെ കേരളത്തിലെ ബാക്ക് ഓഫീസിലെ ആ സമയത്ത് ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. 35,000 രൂപയായിരുന്നു കേട്ടോ അവരെനിക്കൊന്ന് ഓഫർ ചെയ്ത്. ആ സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തെക്കാൾ 65% കുറവായിരുന്നു. എന്നാലും അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നു എനിക്ക് ഉറപ്പായിരുന്നു. മന്ത്ലി 10,000 രൂപ മാത്രമാണ് എനിക്ക് ലോൺ അടവും EMI ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് നാട്ടിലേക്ക് പോന്നു. ഭയങ്കരമായിട്ട് ഹോം സിക്നസ് ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അധികം നാളെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല. 4 വർഷം ദുബായിൽ നിൽക്കാനായിട്ട് ഇമോഷണലി വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എങ്ങനെയോ രക്ഷപ്പെട്ടു പോകുന്നുള്ളൂ. ഒരു വട്ടം പ്രവാസി ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല എന്ന് കുറെ പേര് പറയാറുണ്ട്. പക്ഷെ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കട്ടോ. നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അതുപോലെ തന്നെ വീടും നാടൊക്കെ വിട്ട് കുറെ കാലം പ്രവാസിയായിട്ട് നിൽക്കാനായിട്ട് എന്നെ കൊണ്ട് എന്തായാലും സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം. നമുക്കപ്പോൾ വീണ്ടും കാണാട്ടോ.